യെരമ്യാ 34 അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ബറക്കുമോർ. ബാബേൽ രാജാവായ നെബൂഖദ്നേസറും അവൻ്റെ സർവ്വസൈന്യവും അവൻ്റെ ഭരണത്തിലുള്ള രാജ്യങ്ങളും സർവ്വജാതികളും യെരൂശലേമിനോടും അതിൻ്റെ എല്ലാ നഗരങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യെരമ്യായ്ക്ക് കർത്താവിൽ നിന്നും കൽപ്പനയുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, യഹൂദ രാജാവായ സെദെക്കിയായോട് നീ പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഈ നഗരത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ അതിനെ അഗ്നിക്കിരയാക്കും. അവൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെടുകയില്ല. അവൻ നിന്നെ പിടിക്കും. അവൻ്റെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടും. നീ ബാബേൽ രാജാവിനെ അഭിമുഖമായി കാണുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. നീ ബാബേലിലേക്ക് പോകേണ്ടി വരും. യഹൂദ രാജാവായ സെദെക്കിയായേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. നിന്നെക്കുറിച്ച് കർത്താവ് കൽപ്പിക്കുന്നു, നീ വാളാൽ മരിക്കുകയില്ല, സമാധാനത്തോടെ മരിക്കും. നിന്റെ മുൻഗാമികളായിരുന്ന പൂർവിക രാജാക്കന്മാരായിരുന്ന നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി വിലാപം നടത്തിയിരുന്നതുപോലെ നിന്നെ പ്രതിയും നടത്തും. യജമാനനെ എന്ന് വിളിച്ച് അവർ നിന്നെക്കുറിച്ച് വിലപിക്കും. ഇത് ഞാൻ കൽപ്പിച്ച വചനമാകുന്നു എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ഈ വചനങ്ങളെല്ലാം പ്രവാചകനായ യെരമ്യാ യഹൂദ രാജാവായ സെദെക്കിയായോട് യെരൂശലേമിൽ വെച്ച് പറഞ്ഞു. അക്കാലത്ത് ബാബേൽ രാജാവിൻ്റെ സേന യെരൂശലേമിനോടും ലാക്കീഷ്, അസേക്ക ആദിയായി യഹൂദയിൽ ശേഷിച്ചിരുന്ന എല്ലാ നഗരങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഉറപ്പുള്ള നഗരങ്ങളായി യഹൂദയിൽ ശേഷിച്ചിരുന്നവ ഇവ മാത്രമായിരുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ആമേൻ.